ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗുമായിട്ടാട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ മീനൊക്കെ ക്ലീനാക്കി കഷ്ണമായിട്ട്, വലിയ മീനാട്ടോ, അതുകൊണ്ട് കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഒന്ന് പീസാക്കി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം. കാരണം നമ്മൾ മസാലയൊക്കെ തേക്കുമ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തു. എന്നിട്ട് നമ്മൾ റെഡിയാക്കാം. അപ്പോൾ ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു, പിന്നെ കുറച്ച് മുളക് പൊടി, എന്നൊരു കണക്കില്ല, നമ്മുടെ ഒരു ആവശ്യാനുസരണം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത്, അതായത് പൊടിച്ചത് വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട്, അതായിരിക്കും നല്ലത്. പിന്നെ വെളുത്തുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. കാരണം വറക്കാനായതുകൊണ്ട് കുറച്ച് ഉപ്പ് മുമ്പോട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല, വറുത്ത് വരുമ്പോഴൊക്കെ സെറ്റായിക്കോളും. അപ്പോൾ ഈ ഇട്ട സാധനങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി തിരുമ്മി പെറുക്കി നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇതിനൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുഴച്ച് ഒരാവശ്യത്തിനൊരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് ഓരോ മീനെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ മീനിലും തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മീൻ പീസ് ഫുള്ള് ഈ സാധനം തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോരോ പീസ് എടുത്തു, ആ മസാല ഫുള്ള് ആ കറക്റ്റ് ആ വരവേ കൂടെയൊക്കെ ഒരു ചെറിയൊരു വെളുത്തിലൊക്കെ രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആ എല്ലാ പീസും കറക്റ്റായിട്ട് മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാലയൊക്കെ ഒന്ന് കറക്റ്റ് നമുക്ക് ആ മീനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ സാധനം കിട്ടും. അപ്പം വറക്കുമ്പോൾ നമുക്ക് സിമ്പിളും ആയിരിക്കും, കറക്റ്റായിട്ട് പോരുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പം മീനെടുത്തു. ഇനി നമ്മൾ നേരെ പാൻ ചൂടാക്കി ഇരിക്കുകയാണ്. അപ്പം പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ പാനൊക്കെ നല്ല ചൂടായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താക്കി ഓരോ പീസ് എടുത്ത് പാനിലേക്ക് വെക്കാൻ പോവാണ്. അപ്പം ഈ എല്ലാ പീസും കൂടി ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു കുറച്ച് പീസ് എടുത്ത് തൽക്കാലത്തേക്ക് ഫ്രൈ ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 4 പീസ് എടുത്ത് ഞാൻ വറുത്തു. അപ്പോൾ എണ്ണയിൽ നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. അപ്പം തീ നമ്മൾ മാക്സിമം കുറച്ച് വെക്കുക, മാക്സിമം സ്ലിമ്മിലിട്ട് വെക്കുക. കാരണം ഹൈ ആയി എന്താ പറയുക, നല്ല തീ ആയി കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും മസാല ഉള്ളതല്ലേ, അപ്പം എന്തായാലും കരിയാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മാക്സിമം തീ കുറച്ചിടുക. പിന്നെ ഞാൻ എല്ലാം മറച്ചിട്ട് നോക്കിയിട്ട്, അപ്പോൾ പെട്ടെന്ന് മറിഞ്ഞ് കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷേ ഈ ലാസ്റ്റത്തെ ആവും മാത്രം, ആ പീസ് മാത്രം മറിയാൻ കുറച്ച് മടി. പിന്നെ എന്നോടാണോ കളി, ഞാൻ എന്താക്കി അപ്പുറത്തെ സൈഡിലിട്ട് കുത്തി നോക്കി. എൻ്റെ കുറേ നേരത്തെ കുത്തലുകൾക്ക് ഫലമായി അത് ഏതായാലും മറിഞ്ഞ് കിട്ടി കേട്ടോ. അപ്പം ഏകദേശം ബോയിലായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ആ വൺ സൈഡ് ഓക്കെയാണ്, ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് സെറ്റ് ആയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും വെയിറ്റിംഗ് ആണ്. ഇനി ആ മീനിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് ആവട്ടെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കരിയാപ്പില പറിച്ചിട്ട് വന്നാലും. ഏതായാലും ഞാൻ പോയിട്ട് കരിയാപ്പിലൊക്കെ പറിച്ചിട്ട് വന്നു. കരിയാപ്പില ഫുള്ള് വെള്ളം കേട്ടോ. ഏതായാലും അറിഞ്ഞും പുറഞ്ഞും ആ കരിയാപ്പില മൊത്തം ഞാൻ ആ മീനിലോട്ട് ചിത്തിക്കണ്ടിച്ചിട്ട് പോലെ ഇട്ടു. ഏകദേശം മീനൊക്കെ ആയി കേട്ടോ. കാരണം നമുക്ക് കണ്ടല്ലറിയാം, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ആ പോർഷൻ എന്തായാലും നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഒന്ന് തിരിച്ച് മറിച്ച് വിടാം. ആ കരിയാപ്പിലയുടെ ആ സ്മെല്ലും ആ കരിയാപ്പിലയുടെ ഒക്കെ ഒന്ന് അപ്പുറത്തോട്ടൊന്ന് മറിഞ്ഞ് വരാൻ ഓരോ പീസ് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏകദേശം മീൻ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. താങ്ക് യു.